ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടേഴ്സ് ടോക്ക്. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിലെ വിഷയം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിലെ വിഷയം പൈൽസ് ആണ്. ഹെമറോയിഡ്സ് എന്ന് മെഡിക്കൽ ടേംസിൽ പറയുന്ന പൈൽസ് ആണ് ഇന്നത്തെ വിഷയം. അധികമാരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത, എന്നാൽ ഒരുപാട് പേര് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അധികമാരും ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ പോലും സംസാരിച്ച് കാണാത്തൊരു വിഷയമാണ് ഹെമറോയിഡ്സ്. അപ്പോൾ ഹെമറോയിഡ്സ് എന്താണ്, അതിൻ്റെ ശാസ്ത്രീയത എന്താണ്, അതിൻ്റെ ചികിത്സയിലെ പുതിയ പുതിയ നൂതന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷാജഹാൻ യൂസഫ്, കൊച്ചി അൽഷിഫ ഹോസ്പിറ്റലിലെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഷാജഹാൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വിഷയം പൈൽസ് ആണ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ നവംബർ 20 ലോക പൈൽസ് ദിനമാണ് എന്ന് ഡോക്ടർ പറയുന്നത്. അപ്പം മിക്കവാറും ഇപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ഓരോ ദിവസങ്ങൾ ഇപ്പോൾ ഉണ്ട്. വർഷത്തിൽ ഓരോ ദിവസം ഓരോ അസുഖങ്ങൾക്കായിട്ട് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പൈൽസ് ദിനം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ സാധനത്തിനുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. നവംബർ 20 വേൾഡ് പൈൽസ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് WHO ആണ്. ഇത് ഇന്നും ഇന്നലെയും അല്ല, വർഷങ്ങളായിട്ട് അൽഷിഫ 14 വർഷത്തോളമായി ഈ പൈൽസ് ചികിത്സാ രംഗത്ത് കടന്നു വന്നിട്ട് ആ സമയം മുതൽ തന്നെ വേൾഡ് പൈൽസ് ഡേ ഉണ്ട്. ഇന്ന് WHO കണക്കിൽ ലോക ജനസംഖ്യയിൽ ഏകദേശം 60% വരുന്ന ജനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പൈൽസിൻ്റെ രോഗത്തിൽ, പൈൽസ് അല്ലെങ്കിൽ അനുബന്ധ രോഗങ്ങൾ കൂടി കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. ഓക്കെ. ഈ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് പൈൽസ് ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് പൊതുവെ നോക്കുകയാണെങ്കിൽ 50 to 60% WHO പറയുന്നെങ്കിൽ, അതേപോലെ തന്നെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലും ഇന്ത്യൻ്റെ പുറത്തും പൈൽസ് രോഗികളുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പൈൽസ് രോഗികളുണ്ട്. 2 കാലിൽ നടക്കുന്ന മനുഷ്യൻ, ഭൂമിയുടെ ഗുരുത്വാകർഷണം ഒരു പരിധിവരെ പറയാറുണ്ട്, ഈ 2 കാലിൽ മനുഷ്യൻ നടക്കുന്നതിനുള്ള ശിക്ഷയാണോ പൈൽസ് എന്ന് വരെ പഴയ ആൾക്കാർ പറയാറുണ്ട്. കാരണം 4 കാലികൾ പൈൽസ് രോഗമില്ല. 2 കാലിൽ നടക്കുന്ന മൃഗങ്ങൾ, മനുഷ്യനിൽ പൈൽസ് രോഗം കണ്ടുവരുന്നത്. 2 കാലിൽ നടക്കുന്ന കഴിവിന് കിട്ടിയൊരു പണിയാണ് പൈൽസ് രോഗം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു പണിയെന്നല്ല, മലദ്വാരത്തിൻ്റെ അതായത് കുടലിൻ്റെ ഏറ്റവും ലാസ്റ്റ് അറ്റത്ത് വെയിൻ്റെ വികാസം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് പൈൽസ്. ഇത് ഇന്നിപ്പം ആൾക്കാർ പുറത്ത് പറയാൻ മടിക്കുന്നു. ഒരു പരിധിവരെ ഇന്നത്തെ ജീവിതശൈലി, ശരീരത്തിന് അധ്വാനമില്ലാത്ത ഇരുന്നുള്ള സെഡൻറ്ററി ലൈഫ്, വെള്ളം അധികം കുടിക്കാതിരിക്കുക, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ, നാരുകളില്ലാത്ത ഭക്ഷണം, ടിൻ ഫുഡ്, ഇതൊക്കെ തന്നെ കൂടുതലായിട്ടും ഈ രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് പൈൽസ് എന്ന് മാത്രമല്ല, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, റെക്ടർപലാസ്, പെരിയാനൽ ലാപ്സസ്, ഇത് കൂടാതെ 38ഓളം അസുഖങ്ങൾ ഈ ഭാഗത്ത് ഉണ്ട്. എന്ത് വന്നാലും ജനത്തിന് ഇപ്പം പൈൽസ് മാത്രമേ അറിയൂ. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പേഷ്യൻസും വരുമ്പം അവർക്ക് പൈൽസാണ്. ചിലപ്പോൾ ഒരു സിമ്പിൾ ഫിഷറായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്കിൻ ടാഗ് ആയിരിക്കും. അപ്പം ഇത് ഏത് വന്നാലും ജനത്തിന് പൈൽസ് എന്നുള്ളതാണ്. നവംബർ 20 വേൾഡ് പൈൽസ് ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ലോകത്ത് പൈൽസ് രോഗികൾ 60% WHO കണക്കിലുള്ളത് കൊണ്ട് ആണ് ഇത്. ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ, അതൊന്ന് പറയാമോ? വെരിക്കോസ് എൻലാർജ്മെൻറ്റ് ഓഫ് ദി വെയിൻ ഇൻ ദി റെക്ടം, മലദ്വാരത്തിൻ്റെ സൈഡിലത്തെ ഞരമ്പുകളുടെ വികസനം കൊണ്ട് ഉണ്ടാകുന്നതാണ് പൈൽസ്. നേരത്തെ പറഞ്ഞു, എഴുന്നേറ്റ് നടക്കുന്നതിന് കിട്ടുന്നതിനോട് കിട്ടിയ ഒരു ശിക്ഷയാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, സാധാരണ പൈൽസ് രോഗം ഉണ്ടാക്കുന്നത് ഒന്ന് പാരമ്പര്യം. പിതാവിനോ മാതാവിനോ പൈൽസ് രോഗമുണ്ടെങ്കിൽ കുട്ടികളിലേക്ക് പാരമ്പര്യമായിട്ട് വരാം. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് സെഡൻറ്ററി ലൈഫ് എടുക്കുക, രണ്ടാമത്തെ കാര്യം. പിന്നെ കൂടാതെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക, ഇറഗുലറായിട്ടുള്ള സമയങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ, ഫുഡ് കഴിക്കുക. കൂടാതെ ഇന്നിപ്പോഴ് പുകവലി, മദ്യപാനം, ഇതൊക്കെ തന്നെ പൈൽസ് ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. ടോയ്ലറ്റിൽ പോയി കൂടുതൽ നേരം സ്ട്രെയിൻ ചെയ്യുക, ഇതൊക്കെ പൈൽസിന്. നാരുകളില്ലാത്ത ഭക്ഷണ രീതി, നോൺ വെജ് കൂടുതൽ കഴിക്കുക, നോൺ വെജ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. നോൺ വെജ് കൂടുതൽ കഴിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കും, കോൺസ്റ്റിപ്പേഷൻ വീണ്ടും വീണ്ടും പ്രഷർ ഉണ്ടാകും, അതുകൊണ്ടുണ്ടാകും.
ഈ പൈൽസ് വന്നു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗലക്ഷണങ്ങൾ പൈൽസ് ആണോ എന്ന് സംശയിക്കത്തക്കവണ്ണമുള്ള അത് ഏറ്റവും പ്രിലിമിനറി ആയിട്ട് തുടങ്ങുന്ന രോഗലക്ഷണങ്ങൾ എന്തായിരിക്കും? ഒന്ന്, വേദന ഉണ്ടാകാം. ബ്ലഡ് ഫസ്റ്റ് സ്റ്റേജാണെങ്കിൽ ബ്ലഡ് പോകാം. പിന്നീട് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാകാം. ഇതൊക്കെ പ്രാരംഭ ഘട്ടങ്ങളിൽ ഉണ്ടാകാവുന്ന രോഗലക്ഷണങ്ങളാണ്. ഈ പൈൽസ് 3-4 തരമായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ, സ്റ്റേജ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതിനും കൂടെ ഒന്ന് പറയാമോ? ആദ്യമായി പൈൽസ് വരുമ്പോൾ തുള്ളിയായിട്ട് ബ്ലഡ് പോവുക. അത് ഒരു പക്ഷേ രോഗി അറിയണമെന്നില്ല, ബ്ലഡ് പോവും, പേഷ്യൻ്റ് എഴുന്നേറ്റ് പോവും. രണ്ടാമത്തേത്, മലദ്വാരത്തിൽ നിന്നും ഒരു ദശ പുറത്തേക്ക് തള്ളി വരും, അത് തിരിച്ചു കയറും. അത് രണ്ടാമത്തെ. മൂന്നാമത്തേത്, പുറത്തേക്ക് ഇറങ്ങി വരുന്ന പൈൽമാസ് കൈ കൊണ്ട് ഉള്ളിലേക്ക് തള്ളി കയറ്റിയിടുക. നാലാമത്തേത്, കംപ്ലീറ്റ് പുറത്താക്കി നിൽക്കുക. ഇങ്ങനെ 4 സ്റ്റേജാണ് പൈൽസിനുള്ളത്. പിന്നെ ദശ പുറത്തേക്ക് വളർന്നു വരികയും മലബന്ധം, രക്തസ്രാവം, മലം വീണ്ടും വീണ്ടും പോകണമെന്നുള്ള തോന്നൽ, മലം പോകുമ്പോൾ വേദന, ഇത് സാധാരണയായി പൈൽസ് രോഗിയുടെ തുടക്കത്തിൽ കണ്ടുവരുന്നതാണ്. നമുക്കിപ്പം ഈ പൈൽസിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, ലക്ഷണങ്ങൾ പറഞ്ഞു, അതിൻ്റെ സ്റ്റേജ് പറഞ്ഞു, 4 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പൈൽസിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണമോ അല്ലെങ്കിൽ മുൻപോട്ടുള്ള പല സ്റ്റേജിലുള്ള ലക്ഷണങ്ങളോ ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് പൈൽസ് ആണെന്ന് ഉറപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിശോധനകൾ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഉണ്ട്. സാധാരണ രീതിയിൽ ഒന്ന്, സിമ്പിൾ പ്രോക്ടോസ്കോപ്പി. പ്രോക്ടോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റെറിലൈസ് സാധനം ഇട്ടിട്ട് അത് ഡിസ്പോസിബിളും ഉണ്ട്, അകത്തേക്കിട്ട് നമ്മൾ നോക്കുന്നു, പൈൽസ് രോഗം കാണാം. 2, കോളനോസ്കോപ്പി, സിഗ്മോയിഡോസ്കോപ്പി എന്ന് പറയുന്ന ഉപകരണം ഉണ്ട്, അതുകൊണ്ട് കാണാം. കൂടാതെ ഏറ്റവും ആധുനികമായിട്ട് ഡിജിറ്റൽ റെക്ടർ സ്കാൻ ഒരു മെഷീനുണ്ട്. ഈ ഡിജിറ്റൽ റെക്ടർ സ്കാൻ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇതിനകത്തൂടെ, ക്യാമറയ്ക്കകത്തൂടെ രോഗികൾക്ക് തന്നെ അവരുടെ പൈൽസിൻ്റെ പിന്നെ പോളിപ്പ്, അതോടനുബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നേരിട്ട് രോഗികൾക്ക് കാണാൻ കഴിയും. കൂടാതെ അതിനകത്ത് കോൺസ്റ്റിപ്പേഷൻ കൂടുതലുള്ള രോഗികളാണെങ്കിൽ അതിന് സ്പിങ്ക്ടർ ടോണോമീറ്റർ, അത് സ്പിങ്ക്ടറിൻ്റെ കപ്പാസിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തരം പരിശോധനകൾ ചെയ്ത് ഇപ്പോൾ പൈൽസ് ആണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു രോഗി ഉണ്ടാവുമല്ലോ, ആ രോഗിക്ക് കൊടുക്കാൻ സാധ്യതയുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? ഇന്നിപ്പം അവൈലബിളായിട്ട് ശാസ്ത്രീയമായിട്ടും അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളുണ്ട്. ശാസ്ത്രീയം പറയാം നമുക്ക് ആദ്യം. ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ റബ്ബർ ബാൻഡിങ്, ക്രയോ സർജറി, സ്റ്റാപ്ലിംഗ്, കൂടാതെ ബംഗാളി ലൈഗേഷൻ, IRC, കൂടാതെ ക്ഷാരസൂത്ര, ഇതൊക്കെ അതിനുള്ള ചികിത്സാ സംവിധാനങ്ങളാണ്. ഓക്കെ. കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റിന് 3 സിറ്റിങ് വേണം. 4.5 വർഷം കൂടുമ്പോൾ ആദ്യമേ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി 3 സ്റ്റേജ് ഉണ്ട്. ആ 3 പ്രാവശ്യം 4.5 വർഷം കൂടുമ്പോൾ 3 പ്രാവശ്യം ചെയ്തെന്ന് വരികയും മാത്രമേ. 4.5 വർഷം കൂടുമ്പോൾ 3 പ്രാവശ്യം ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വർഷം വേണം. അത്രയും വേണം. അത്രയും വർഷം വേണം. ഓക്കെ. ഈ റബ്ബർ ബാൻഡിങ്ങും ക്ഷാരസൂത്രമൊക്കെ ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് അല്ലേ? ഇപ്പം നിലവിലുള്ള ചികിത്സാ സംവിധാനത്തെക്കുറിച്ച് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ. ഈ ബംഗാളി ലൈഗേഷൻ എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ പിന്നെ ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ മൂലവ്യാധികൾ ചികിത്സിക്കാം, അങ്ങനെ ഇങ്ങനെ, അതാണ് ഉദ്ദേശിച്ചത്? അശാസ്ത്രീയമായ ചികിത്സാ സംവിധാനത്തിൽപ്പെട്ടതാണ് ഒന്ന് ബംഗാളി ചികിത്സ. അല്ല, അത് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ചികിത്സാ സംവിധാനങ്ങൾ നിലവിൽ നമ്മൾ കണ്ടുവരുന്നു, അത് സാധാരണ എല്ലാ ജനങ്ങളും എപ്പോഴും കാണുന്നു. ഇന്ന് അതിനെക്കുറിച്ച് എടുത്തു പറയാൻ കാരണം, ഇന്ന് നമ്മുടെ ലോകം ഒത്തിരി ഡെവലപ്പ് ചെയ്തു, മെഡിക്കൽ സയൻസ് ഒത്തിരി അഡ്വാൻസ്ഡായി. ഇത്ര അഡ്വാൻസ്ഡായ സിറ്റുവേഷനിലും ഈ ഒരു രോഗം പുറത്തു പറയാൻ ആൾക്കാർ മടി കാണിക്കും. അതെ, ശരിയാണ്. ഇത് മടി കാണിക്കുന്നത് കൊണ്ട് ഇന്നും ശാസ്ത്രീയമായ ചികിത്സാ സംവിധാനങ്ങളെ അവലംബിക്കുന്നതിനേക്കാൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയുള്ള ജനങ്ങൾ കൂടുതലായിട്ട് അവലംബിക്കുന്നത് അശാസ്ത്രീയമായ ചികിത്സാ സംവിധാനത്തെയാണ്. അതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് പറഞ്ഞാൽ, ഇന്നത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ അൽഷിഫ പ്രോക്ടോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെൻറ്റർ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കണക്കിൽ 42% യങ്സ്റ്റേഴ്സിന് ഈ ഡിസീസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനത്തോളം ആൾക്കാർ ഡയറക്റ്റായിട്ട് മറ്റ് ചികിത്സയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരാണ്. അവിടെ പോയിട്ട് ആദിവാസി ചികിത്സ, ഗുളിക, ഒറ്റമൂലി എന്നുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ അശാസ്ത്രീയമാണ്. ഒരു ചികിത്സയെ വിമർശിക്കുകയല്ല. കാരണം പൈൽസിന് ശാശ്വതമായ പരിഹാരത്തിന് ഒരു മരുന്നുകളും ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വേദന വന്നാൽ വേദനയ്ക്കുള്ള മരുന്ന്, കോൺസ്റ്റിപ്പേഷൻ വന്നാൽ കോൺസ്റ്റിപ്പേഷനുള്ള മരുന്ന്, പിന്നെ ബ്ലീഡിങ് ഉണ്ടായാൽ ബ്ലീഡിങ് നിർത്താനുള്ളത്, ഈ ഒരു സംവിധാനം മാത്രമാണ് ഇന്ന് പൈൽസും അതിനോട് അസോസിയേറ്റുള്ള കണ്ടീഷൻസിനും നിലനിന്ന് വരുന്നത്. ഓക്കെ.
ഈ ഇപ്പോൾ ചികിത്സയ്ക്ക് വരുന്ന ഇതിൽ ഡോക്ടർ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ലേസർ ചികിത്സ. അതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് വിശദമാക്കാം. എന്താണ് ഈ ലേസർ ചികിത്സ? അൽഷിഫയിൽ അതാണോ കൂടുതലായിട്ട് ചെയ്യുന്നത്? അൽഷിഫയിൽ ചെയ്യുന്ന ലേസർ ചികിത്സയാണ്. ഈ ലേസർ ചികിത്സ 100% സുരക്ഷിതവും പാർശ്വഫലങ്ങളില്ലാത്തതും വേദനരഹിതവും ആയ ചികിത്സയാണ് ലേസർ ചികിത്സ. ലേസർ ചികിത്സയെ സംബന്ധിച്ചുള്ള അഡ്വാൻസ്ഡ് മറ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റോ മറ്റ് ചികിത്സാ സംവിധാനങ്ങളുടെ അത്രയും സമയം നമുക്കിതിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട. പേഷ്യൻറ്റിന് ഒറ്റ പ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റ് മതി. മറ്റ് ചികിത്സാ സംവിധാനത്തിന് ഒന്ന് കഴിഞ്ഞ് പിന്നെയും പോകണം, വീണ്ടും ഡോക്ടറെ കാണണം. ഇത് പേഷ്യൻ്റ് വന്നു, പേഷ്യൻ്റ് കണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ 1-2 ദിവസം ആശുപത്രിവാസം കഴിഞ്ഞ് പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് കാണുക, പിന്നീട് പേഷ്യൻ്റ് വരേണ്ട ആവശ്യമേ വരുന്നില്ല. ചില റെയർ കണ്ടീഷൻസിൽ ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രീഡിസ്പോസിങ് ആയിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ ചില പേഷ്യൻസ് കാണേണ്ട. ഡയബറ്റിക് പേഷ്യൻസ് കാണും, ട്യൂബർക്ലോസിസ് കാണും. ട്യൂബർക്ലോസിസ് പേഷ്യൻസിനൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഹീലിംഗ് ഡിലേ ആകും. ഓക്കെ. പക്ഷേ എന്നിരുന്നാലും മറ്റ് സംവിധാനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലേസർ വളരെ സേഫായിട്ട് ഹീലിംഗ് ഫാസ്റ്റാണ്. അതേപോലെ ഞങ്ങൾ പൈലോനൽ സൈനസ് ചെയ്യുന്നുണ്ട്. പൈലോനൽ സൈനസും വളരെ ഫാസ്റ്റ് റിക്കവറിയാണ്. സാധാരണ അത് ചെയ്യാൻ പൊതുവെ ആരും അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന ലേസറിൻ്റെ പ്രത്യേകത 100% സേഫ് ആൻഡ് നോ സൈഡ് എഫക്റ്റ്, കൺട്രോൾ ഒരിക്കലും നഷ്ടപ്പെടും. അതൊരു ഞാനത് ചോദിക്കാൻ പോകായിരുന്നു. അതായത് ഈ പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റും അതും സ്റ്റേപ്ലറും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ പറഞ്ഞു കേൾക്കുന്ന എല്ലാവരിലും അല്ല, എന്നാലും ഒരു ചെറിയ ശതമാനം ആൾക്കാരിലെങ്കിലും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രോബ്ലമാണ് പിന്നീട് ഈ മോഷന് കൺട്രോൾ നഷ്ടപ്പെടുക എന്നുള്ളത്. അത് ഈ ലേസർ ചികിത്സയ്ക്ക് അതിൻ്റെ സാധ്യത എന്താ? ഞങ്ങളിപ്പം ഒരു 70,000 പ്രൊസീജിയറുകൾ ഏകദേശം കഴിഞ്ഞു. ഇതിൽ ഒരു ഈവൻ സിംഗിൾ പേഷ്യൻസിന് പോലും കൺട്രോൾ നഷ്ടപ്പെട്ടില്ല. ഓക്കെ. ഈ നേരത്തെ ഡോക്ടർ എൻ്റെ ഇടയിൽ പറഞ്ഞു, എന്നാലും ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഈ സർജറി ചെയ്താലും സ്റ്റേപ്ലർ ചെയ്താലും ഒക്കെ പിന്നെയും പേഷ്യൻസിൻ്റെ വിസിറ്റും അല്ലെങ്കിൽ ഒരു റിവ്യൂ ഒക്കെ ആവശ്യമാണല്ലോ ഹോസ്പിറ്റലിൽ. ഈ ലേസർ ചികിത്സയെ സംബന്ധിച്ചുള്ള 1 ടൈം പരിപാടിയാണ്, പിന്നീട് വരേണ്ട ആവശ്യമില്ല അങ്ങോട്ട്? ഒറ്റ പ്രാവശ്യത്തെ ചികിത്സ മതി. ചിലപ്പോൾ ഒരു പേഷ്യൻറ്റ് പൈൽസ് കാണും, ഫിഷർ കാണും, ഫിസ്റ്റില കാണും. അത് ആ പേഷ്യൻ്റ് ചിലപ്പോൾ പൈൽസ് മാത്രമാണെങ്കിൽ ഫിസ്റ്റിലേക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരേണ്ടി വരും. പൈൽസും ഫിഷറും ഫിസ്റ്റിലയും ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരേണ്ട ആവശ്യം. എല്ലാത്തിനും ഇപ്പോൾ ലേസർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിഷറിനും ഫിസ്റ്റുലയ്ക്കും പൈൽസിനും എല്ലാം ലേസർ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം മതി, പിന്നീട് റിവ്യൂവിനൊന്നും വരേണ്ട ആവശ്യമില്ല. റിവ്യൂവിന് ഒരു പ്രാവശ്യം വരണം. ഞങ്ങൾ പേഷ്യനോട് പറയും 1 വീക്കിലെ 2 വീക്സ് കഴിഞ്ഞിട്ട് വരാൻ പറയും. ഇപ്പം ഞാൻ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക സ്ഥലങ്ങളിൽ കൂടാതെ ഇൻ്റർനാഷണൽ പേഷ്യൻസ് ദുബായ്, സൗദി, മറ്റ് GCC കൺട്രീസിലുള്ള പേഷ്യൻസ്, UK, US എന്നൊക്കെ പേഷ്യൻസ് വരുന്നുണ്ട്. ഫിസ്റ്റർ ട്രീറ്റ്മെൻറ്റിനൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അറബികൾ വരും, മറ്റു ആൾക്കാരും വരുന്നുണ്ട്. അവരൊക്കെ വരുന്ന ചികിത്സയിൽ അവർക്ക് ഒന്ന് വന്ന് അവർക്കുള്ള ഒരു 5 ഡേയ്സ് കഴിഞ്ഞ് പിന്നെ അവർ വരേണ്ട കാര്യമില്ല. അത് ഓരോ അസുഖത്തിൻ്റേതും കണ്ടീഷൻസ് അനുസരിച്ചാണ്. ഈ ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ, അതോ പേഷ്യൻസ് മെഡിസിൻ ഫ്രീ ആയിരിക്കും ഇത് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ? ഇപ്പോൾ ഒരു 5 ഡേയ്സ് സാധാരണ മെഡിസിൻ കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മലദ്വാരം ചുരുങ്ങാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ചിലപ്പോൾ ചെയ്യും. കാരണം ഫുൾ ഓൾറൗണ്ട് പൈൽസ് ഉള്ളതാണെന്ന വരിയിൽ അത് ചുരുങ്ങിപ്പോകരുത്. അതിനുവേണ്ടിയുള്ള സംവിധാനത്തിന് വേണ്ടി അവർക്ക് സ്വയമായിട്ട് ചെയ്യാവുന്ന സംവിധാനങ്ങളാണ്. ഈ പൈൽസ് വരുന്നതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൈൽസ് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണമെന്നുള്ളതെന്ന് പറയാമോ? വെള്ളം ധാരാളം കുടിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക. സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നടക്കുക. കുറേ രാത്രിയിൽ ചിലർ സ്ഥിരമായിട്ട് ഇത് ചെയ്യും, പിന്നെ നൈറ്റ് വാച്ചിങ് അല്ലെങ്കിൽ സെക്യൂരിറ്റി, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സാധാരണയായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ മദ്യപാനം, പുകവലി ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ പച്ചക്കറി, പഴങ്ങളും നാരടങ്ങിയ ഭക്ഷണങ്ങളും കായികാധ്വാനവും വേണം. എന്നാൽ പൈൽസ് പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. എക്സസൈസും വേണം. ഈ പൈൽസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ചികിത്സ ചെയ്ത ആൾക്കാർക്ക്, ഇത് ഇപ്പം ലേസർ ചികിത്സയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ വേറെ 1-2 അതിൻ്റെ കൂടെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചികിത്സ ചെയ്ത ആൾക്കാർക്ക് പൈൽസ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? വീണ്ടും ലേസർ ചികിത്സ ചെയ്തിട്ട് ഇതുവരെ ഞങ്ങൾക്ക് സെക്കൻഡറി വന്നതായിട്ട് റിപ്പോർട്ടില്ല. കഴിഞ്ഞ 13 വർഷം 14 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. മറ്റ് ചികിത്സാ സംവിധാനങ്ങളിൽ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല, പാർഷ്യലി ആയിട്ടായിരിക്കും. പിന്നെ ഈ മലദ്വാരത്തിൻ്റെ ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്ചർ എപ്പോഴും ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെയ്യുന്ന ചികിത്സാ സംവിധാനത്തിൽ ഒത്തിരി മറ്റുള്ളവർ ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് കൊണ്ടൊക്കെ ആയിരിക്കാം. പൈൽസ് ചെയ്തത് വീണ്ടും വരുന്നുണ്ട്. ക്രയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും. എന്താ ഉദ്ദേശിക്കുന്നത്? അത് നൈട്രസ് ഓക്സൈഡ് സാധനം കൊണ്ട് അത് ഫ്രീസ് ചെയ്യുകയാണ്. ഓക്കെ.
അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലും വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? ലേസറിനെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്നുള്ളതാണ് ഡോക്ടറുടെ ഇതുവരെ എക്സ്പീരിയൻസ്. ഞങ്ങളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഡോക്ടർ, ഈ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് വരുന്നതിന് ഇപ്പോൾ രോഗികൾക്ക് പ്രായപരിധിയുണ്ടോ? അതായത് പിന്നെ ഇന്ന പ്രായം മുതൽ പല അസുഖങ്ങളുടെയും കാര്യത്തിൽ പഴയ ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം ചില പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഒരു പ്രായപരിധി ഉണ്ടോ? അത് എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ടോ? പൈൽസ് ആൻഡ് അസോസിയേറ്റ് കണ്ടീഷൻസ് ഉള്ളതിന് പ്രായപരിധി ഇല്ല. ചെറിയ കുട്ടികളാണ് സാധാരണ റെക്ടോപ്ലാപ്സ് മലദ്വാരത്തിൻ്റെ അവിടുത്തെ മസിൽസിൻ്റെ ബലക്ഷയം കൊണ്ട് ചെറുപ്രായത്തിലുണ്ടാകുന്നു. അത് ചികിത്സിക്കാതെ 50, 60, 70 വയസ്സാകുമ്പോൾ ചിലർ വരുന്നുണ്ട്. ശരി. അത് ചെറുപ്രായത്തിൽ ഒന്നിൽ അവരുടെ മാതാപിതാക്കന്മാർക്ക് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ രക്തത്തിൻ്റെ വിളർച്ച, ഫുഡിൻ്റെ പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ടും ഒക്കെയാണ് സാധാരണ അങ്ങനെ വരുന്നത്. ആ റെക്ടോപ്ലാസ് മലദ്വാരം പുറത്തേക്ക് തള്ളി വരുന്നത്. കൂടാതെ ഫിഷറിങ്, കുട്ടികൾക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുകയില്ല. വെള്ളം കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ കൊച്ചുകുട്ടികൾ ചോദിച്ചില്ലെങ്കിൽ അവർക്ക് ആവശ്യം വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കുന്ന വെയിൽ ഈ പെയിൻ ചില സമയത്ത് ഭയങ്കര പെയിനായിട്ട് കുട്ടികൾ, അത് ഫിഷറിങ് ഉണ്ടാകും. സൈഡിൽ വിള്ളലുണ്ടാകുന്നതാണ് ഫിഷറിങ്. അങ്ങനെ ഫിഷറിങ് ഉണ്ടായി കഴിയുമ്പോൾ സാധാരണ ബ്ലഡ് വരും. അപ്പോൾ രക്ഷകർത്താക്കൾ പേടിച്ച് കുട്ടികളെ കൊണ്ടുവരും. പക്ഷേ അങ്ങനെ ഇത് മാത്രമല്ല, പിന്നെ വേറൊന്ന്, പെൺകുട്ടികൾ കൂടുതൽ വഷളായിട്ട് കാണുന്നുണ്ട്. കാരണം പെൺകുട്ടികൾ ബോട്ടിലിനകത്ത് വെള്ളം കൊണ്ടുപോകും. പക്ഷേ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കുകയില്ല. വെള്ളം ബോട്ടിൽ അതുപോലെ തിരിച്ചു കൊണ്ടുവരും. അവൻ ഡെയിലി 2-2.5 ലിറ്റർ വെള്ളം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അഭാവം കുറഞ്ഞു കഴിയുമ്പം പൈൽസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് അസുഖങ്ങളും കണ്ടുവരുന്നുണ്ട്. പ്രായപരിധി ഇല്ല എന്ന് തന്നെ പറയാൻ ചുരുക്കി പറഞ്ഞു. 105 വയസ്സ് വരെയുള്ള കേസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര വയസ്സ് മുതൽ? ഒരു പൈൽസും അസോസിയേറ്റ് ഒരു 8 വയസ്സ് മുതൽ ചെയ്തിട്ടുണ്ട്. അത്രക്ക് ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഡോക്ടർ പല പ്രാവശ്യം പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, ഇത് ഉള്ളവർ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാത്തവർ, അല്ലെങ്കിൽ 40 വയസ്സിൽ കണ്ട ആൾ 70 വയസ്സിൽ ചികിത്സിച്ചു എന്നൊക്കെ ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചികിത്സ തേടാൻ ആൾക്കാർ ഇത്രയും മടി കാണിക്കുന്നത്? ഒരു പ്രൈവറ്റ് പാർട്ടിൽ വരുന്ന ഒരു അസുഖമാണ് ഒരു അപകർഷതാബോധം. അപകർഷതാബോധം പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇവർക്കുണ്ടാകാവുന്ന ചില മാനസികമായിട്ട് ചില പിരിമുറുക്കങ്ങൾ, മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് സ്റ്റേജ് ഫ്രൈറ്റ്, പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ കുട്ടികളിലാണെങ്കിൽ പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മറ്റൊരു കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കാൻ പോകാതിരിക്കുക, പഠന വൈകല്യം. അത് ഇത്തരം അവസ്ഥ കുട്ടികളെ സ്വഭാവ വൈകല്യത്തെ വരെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു അപകർഷതാബോധത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു സ്റ്റേജ് ഫ്രൈറ്റ്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊരു മടി വരുന്നതുകൊണ്ടായിരിക്കും. സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ട്. ഒരു പരിധിവരെ ഇത് പറയാതിരിക്കേണ്ട കാരണം ഇത് നമുക്ക് ഈ അസുഖത്തിന് ഒരു പ്രൊമോഷൻ, ഇത് ഒരു പൈൽസ് എന്ന് പറയുന്ന രോഗം മറ്റെല്ലാ രോഗത്തെ ഒരു രോഗമാണെന്നുള്ള മനസ്സിനെ ബോധ്യപ്പെടുത്താനായിട്ട് നമുക്കുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ WHO ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. ഇന്ന് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പലപ്പോഴും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട്, പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു അസുഖമായി മാറുന്നു എന്നുള്ളതാണ്. അതെ. അതുപോലെ തന്നെ ഇതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു അപകടാവസ്ഥ പൈൽസ് തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല. പലപ്പോഴും അവിടെയുള്ള ക്യാൻസറുകൾ പോലും ഈ ഒരു അപകർഷതാബോധം കാരണം മറച്ചു വയ്ക്കപ്പെടുകയും കാലങ്ങൾ കഴിയുമ്പോൾ അത് പുറത്തു വരികയും ചികിത്സിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് അതല്ലേ? ഏതായാലും ഇതിൽ എല്ലാ പൈൽസും ക്യാൻസർ അല്ല. അതെ, ശരിയാണ്. എല്ലാ മലദ്വാരത്തിൽ വരുന്ന ക്യാൻസറും പൈൽസും അല്ല. അതെ അതെ. ഇന്ന് ഞങ്ങളുടെ അൽഷിഫ ഇൻ്റർനാഷണൽ പ്രോക്ടോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെൻറ്ററിൽ ഒരു 100 പേഷ്യൻറ്റിൽ 4 മുതൽ 6% വരെ ക്യാൻസർ കണ്ടീഷൻ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ഈ രോഗലക്ഷണം വന്നു കഴിഞ്ഞാൽ വിദഗ്ധരായ ഒരു ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ് ഈ ചികിത്സാ രംഗത്ത്. ഇപ്പം ഗ്യാസ്ട്രോയ്ക്കാണെങ്കിൽ അങ്ങനെ, ഹെഡേക്ക് വന്നാൽ, മറ്റെന്ത് അസുഖം വന്നാലും നമ്മൾ ഹാർട്ടിന് കംപ്ലൈൻറ്റ് കാർഡിയോളജിസ്റ്റിലേക്ക് പോകും. പക്ഷേ പൈൽസിൻ്റെ ഒരു രോഗം വന്നാൽ ഈ ഫീൽഡിൽ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അവർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് പറയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എല്ലാവരും ഹൈഡ് ചെയ്ത് അങ്ങേ അറ്റമായി കഴിഞ്ഞിട്ടാണ് സാധാരണ ചികിത്സ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ. അപ്പോൾ ഒന്നുകൂടെ പൈൽസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നടത്താം. എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാര്യങ്ങൾ? നമുക്ക് അതിന് മുൻപായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നിൻ്റെ കാര്യം, ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ് പൈൽസ്. നമ്മുടെ ഗവൺമെൻറ്റോ മറ്റ് ഗവൺമെൻറ്റോ ഞാൻ പറഞ്ഞ എല്ലാ ലോക രാജ്യങ്ങളിലും അനുഭവിക്കുന്ന ലോകത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു പൈൽസ് രോഗി 8 മണിക്കൂർ ജോലി ചെയ്യേണ്ട ആൾക്ക് 3 മണിക്കൂർ പോലും തികച്ച അയാളുടെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. കൂടെ ടോയ്ലറ്റിൽ പോവുക, ഫിസ്റ്റൽ പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾ 10 പ്രാവശ്യം പോയി തിരിച്ചു വന്ന് പെയിന്, അസഹ്യമായ വേദന, അതൊക്കെ രാവിലെ കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾക്ക് വരെ കാര്യമാകുന്ന പ്രശ്നങ്ങളാണ് ഈ പൈൽസിൻ്റെ പ്രാരംഭ സ്റ്റേജിൽ തുടങ്ങുന്നത്. അത് കാരണം മറ്റുള്ളവർക്ക് വരെ അസ്വസ്ഥകളും ഉണ്ടാകും.
അയാളുടെ പെരുമാറ്റം, അയാളുടെ രീതി, ഇതൊക്കെ അങ്ങനത്തെ സംവിധാനമുണ്ട്. അപ്പോൾ അത് നമ്മുടെ എല്ലാ അധികാരികളുടെ ശ്രദ്ധയിലും ഈ പൈൽസും അതിനുള്ള അവയർനെസ്സും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. കൂടാതെ ഇപ്പോൾ ഡോക്ടർ ചോദിച്ചേ, നാരുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക, പിന്നെ വെള്ളം കൂടുതൽ കുടിക്കുക, എക്സസൈസ് ചെയ്യുക, പിന്നെ ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഐ ട്രീറ്റ് ഗോഡ് ഹീൽസ്, ഇതാണ് നമ്മുടെ മോട്ടോ. ഓക്കെ ഡോക്ടർ. ഇന്നത്തെ കൂടാതെ ഫ്രീഡം ഫ്രം പൈൽസ് ഫ്രീ നേഷൻ, ഇതാണ് അൽഷിഫ വിഭാവനം ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ഷാജഹാൻ, അദ്ദേഹം കൊച്ചി അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം ഇവിടെ സംസാരിച്ചത് ഹെമറോയിഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ പൈൽസിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു പരിധിവരെ ഇത് പ്രിവെൻറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ പ്രതിരോധിച്ച് ഇത് വരാതെ നോക്കാൻ പറ്റുന്നൊരു അസുഖമാണ്. അഥവാ ഇനി ആർക്കെങ്കിലും രോഗം വരികയാണെങ്കിൽ അത് ചികിത്സിച്ച് പരിചയമുള്ള വിദഗ്ധനായ ഒരു ചികിത്സകൻ്റെ അടുത്ത് തന്നെ ചെന്ന് ചികിത്സ തേടുക, അവരോട് അതിനുള്ള അഡ്വൈസ് തേടുക. ഒരിക്കലും അശാസ്ത്രീയമായി ഇത് ചികിത്സിക്കുന്നവരുടെ അടുത്ത് പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള 1-2 കാര്യങ്ങളും കൂടെ അദ്ദേഹം പറയുകയുണ്ടായി. നന്നായി വെള്ളം കുടിക്കുക, ആഹാരത്തിൽ നാരുകളുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട എക്സസൈസുകൾ, വ്യായാമം നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, പൈൽസിനെ പ്രതിരോധിക്കുക. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.